നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം പെനി സ്റ്റോക്കുകളെ കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലത്. അതിനിടയ്ക്ക് ചില പൊട്ടിത്തകരലൊക്കെ ഉണ്ടാവും. അപ്പം കുറച്ച് പലരും ആകാംക്ഷാഭരിതരാവും കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട്. പക്ഷേ എങ്കിൽ പോലും അതിനുശേഷം നമ്മളൊരു ക്യാഷ് ഇൻഫ്ലോ ഉള്ളത് കൊണ്ട്, കാരണം നമുക്കറിയുന്ന പോലെ തന്നെ എഫ് ഡിയിൽ നിന്നൊക്കെയുള്ള പണം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറുപ്പക്കാരെല്ലാവരും റിയൽ എസ്റ്റേറ്റും ബാക്കിയുള്ള ആൾട്ടർനേറ്റ് അസറ്റ്സും ഒക്കെ വിട്ടിട്ട് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ പണം വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, അതുകൊണ്ട് കൂടുതൽ പണം വരുന്നു. ഒരു വിഷ സൈക്കിൾ അങ്ങ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ ഇതിൻ്റെ അകത്ത് വില കുറഞ്ഞ വാല്യൂ പിക്കുകൾ എന്നും പറഞ്ഞിട്ട് ആളുകൾ കാണാമറയത്ത് കിടക്കുന്ന രത്നങ്ങളെ തേടി കണ്ടുപിടിക്കാനുള്ള എഫേർട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അതായത് വലിയ വിലയുള്ള സ്റ്റോക്കുകൾ വേണ്ട, ചെറിയ സ്റ്റോക്കുകൾ നമുക്ക് എടുക്കാം, അതാകുമ്പോൾ കുറച്ച് അധികം എണ്ണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മാനസികാവസ്ഥ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പല മുതലാളിമാരും ഇറങ്ങിയിട്ടുണ്ട്. അതായത് പെനി സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ യു എസിലെ തത്തുല്യമായ ഒരു പെനിക്ക് ഇന്ന റൗണ്ട് വിലയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പെനി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. ഒരു പെനി എന്ന് നമുക്ക് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് അതിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ലെങ്കിൽ പോലും ചെറിയ വിലയുള്ള സ്റ്റോക്കുകൾ 10 രൂപയുടെ ഇന്ന റൗണ്ടുള്ള സ്റ്റോക്കുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ വിളിക്കുന്നതിന് വലിയ കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഘടകം കൂടി കണക്കിലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാല്യൂ 1 രൂപയുള്ള 10 രൂപ വിലയുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് തത്തുല്യമായിട്ടുള്ള വില നമ്മൾ ഫേസ് വാല്യൂ 10 രൂപയുള്ള 100 രൂപയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള എന്തായാലും ഒരു പെനി സ്റ്റോക്കുകളെ കുറിച്ച് ചെറിയൊരു ഐഡിയ തന്നതാണ്. അപ്പോൾ ഈ പെനി സ്റ്റോക്കുകൾ ഇന്നത്തെ രീതിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ പണമെല്ലാം കൊണ്ടുപോകുന്നു. അതായത് നല്ല കാലം സംബന്ധിച്ച് നാട്ടുകാരെല്ലാവരും സ്റ്റോക്ക് തപ്പി ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കും ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതി ഉറങ്ങിക്കിടക്കുന്നതോ ബിസിനസ് ഇല്ലാത്തതോ ഏതെങ്കിലുമൊക്കെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള പെനി സ്റ്റോക്കുകൾ അവ അവിടെ ലിസ്റ്റിംഗ് ഫീ മാത്രം കൊടുത്തിട്ട് എക്സ്ചേഞ്ചേഴ്സിൽ ഇപ്പോഴും ലിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ട്രേഡിംഗ് വോളിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ ട്രേഡിംഗ് വോളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചത്തതിനൊക്കെ ജീവിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലൈഫ്സ് ഹൈ ഒക്കെ ചിലപ്പോൾ ആണെങ്കിൽ 10 രൂപയായിരിക്കാം, ലൈഫ്സ് ലോ എന്ന് പറയുന്നത് ചിലപ്പം 2 രൂപയായിരിക്കാം. ഇതിൻ്റെ അകത്ത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒക്കെ മുകളിലേക്ക് പോകും, താഴേക്ക് പോകും. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു ലൈം ലൈറ്റിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ രീതിയിലുള്ള പെനി സ്റ്റോക്കുകളുടെയൊക്കെ ഒരു സ്ട്രാറ്റജി. അത് ചിലപ്പോൾ ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ് ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യാന്വേഷികളായ പലരും ഇക്കാര്യത്തിൽ ഇങ്ങനെ വന്ന് ചെന്ന് നോക്കുമ്പോൾ അവരതിൻ്റെ അകത്ത് വന്ന് ചാടിയിട്ട് പണം കുറേ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളൊരു കുറച്ച് കാലം മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്കിനെ കുറിച്ച്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില വളരെ ചെറിയതാണ്, 1 രൂപ ചില്ലറയൊക്കെ ഉള്ളൂ സ്റ്റോക്ക്. അപ്പോൾ ആ സ്റ്റോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കഴിഞ്ഞ 1 രൂപയ്ക്കകത്ത് 1 രൂപ 70ലേക്കൊക്കെ അങ്ങോട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് പോയതാണ്. ഏകദേശം 70% അപ്രിഷ്യേറ്റ് ചെയ്തു. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ആരോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് പ്രത്യേകിച്ചൊന്നും വലിയ കഥയില്ല. പക്ഷേ അവരൊരു എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻസ് കമ്പനി ആണെങ്കിലും നമ്മൾ ഗോവയിൽ ഒരു ബ്രീവറി ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻറ്റും ബോണസ് ഇഷ്യൂവും ഷെയർ ചെയ്യാൻ പോകുന്നു. 1 രൂപ 70 രൂപയുള്ള 1 രൂപ 70 പൈസയുള്ള സാധനത്തിനാണ് ബോണസും സ്പ്ലിറ്റും ആ കൂട്ടത്തിൽ ഡിവിഡൻറ്റും കൊടുക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 20 തീയതി 25 തീയതി മറ്റോ ഒരു മീറ്റിംഗും ഉണ്ടെന്നാണ് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഈ സ്റ്റോക്കിൻ്റെ വില എല്ലാ ദിവസവും അപ്പർ സർക്യൂട്ടിലായി 70% അങ്ങോട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു വീഡിയോ ഏകദേശം 70% അപ്രിഷ്യേറ്റ് ചെയ്ത ദിവസമാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്തൊരു പമ്പ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഒരു സംശയിച്ചാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഈ ഒരു പമ്പിങ്ങിൻ്റെ അകത്ത് നമ്മൾ കയറി കൂടിയിട്ട് വല്ലതും ഇത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ലത്. പക്ഷേ അതൊരു റിസ്കി അഫെയറാണ്. പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇത് ലോവർ സർക്യൂട്ടിലാണ്. ഇന്ന് വരെ ലോവർ സർക്യൂട്ടിലാണ്. ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും കാണാനുമില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് കെണികൾ നമ്മൾ പെനി സ്റ്റോക്കുകളുടെ പേരിൽ കാത്തിരിക്കുന്നത്, ഇവ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കെണി, ഈ നാട്ടിൽ പെനി സ്റ്റോക്കുകൾ കണ്ടമാനമുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് BSEയിലാണ് ഈ പെനി സ്റ്റോക്കുകളൊക്കെ പണ്ടകാലം മുതൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSEയിൽ ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് കുറവാണ്. കാരണം NSEയിൽ ലിസ്റ്റ് ചെയ്ത കാലം മുതൽ കുറച്ച് ഇതിൻ്റെ ലിസ്റ്റിംഗ് എലിജിബിലിറ്റി ഒക്കെ കുറച്ച് ടഫായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് അടുത്ത കാലങ്ങളൊക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ വലിയൊരു ഇതൊന്നും ഇല്ലാണ്ട് NSEയും BSE ആയിട്ട് മത്സരിക്കാൻ തുടങ്ങിയപ്പോഴാണ് NSEയിലും ഈ പറഞ്ഞ പോലത്തെ കുഞ്ഞൻ സ്റ്റോക്കുകളൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും BSEയിലാണ് ഈ പറഞ്ഞ പെനി സ്റ്റോക്കുകൾ മിക്കതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത കാലങ്ങളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് പമ്പ് ആൻഡ് ഡംപിന് പകരം പെനി സ്റ്റോക്കുകളൊക്കെ ചെയ്യുന്നൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ന്യൂസ് ചിലപ്പം നമുക്കൊരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളതാകാം. ഈ ഓർഡറിൻ്റെ വാല്യൂ എത്രയാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചോ സാധാരണ കേൾക്കുന്ന ആരും ബോധർ ചെയ്യാറില്ല.
അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖൂബ്സൂരത്ത്. ഒരു ഫിനാൻസ് കമ്പനി ഒരു ഗോവയിൽ ബ്രീവറി തുടങ്ങാൻ ആലോചിക്കുന്നു. അതുപോലെ തന്നെ ആ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു, ബോണസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നു. ഇത് കേട്ട പാടെ സ്റ്റോക്കും വില മുകളിലേക്ക് പോയി. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറേ എന്താ പറയുന്നത് ബിസിനസ് മാഗസിൻസും ബിസിനസ് ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ മുമ്പിൽ യൂട്യൂബിൻ്റെ അകത്ത് കൂടിയൊക്കെ എത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് ഏജൻസി വഴി എത്തുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ഏതായാലും ഒരു രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ വേണ്ടി ഓടുന്നു. താനെ ഡിമാൻഡ് കൂടുന്നു, വില അപ്പർ സർക്യൂട്ടിലാവുന്നു. അതാണ് ഒരു സ്ട്രാറ്റജി. അതായത് ആവശ്യമില്ലാത്ത ന്യൂസുകൾ ഉണ്ടാക്കുക. ഒരു രൂപയുള്ള കമ്പനി എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? MRF ഒക്കെ ആണെങ്കിൽ പിന്നെയും മനസ്സിലാക്കാം, അഫോർഡബിലിറ്റിയും ലിക്വിഡിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാണെന്നുള്ളത് ആർക്കും മനസ്സിലായില്ലെങ്കിൽ കൂടിയും എല്ലാവരും അതിൻ്റെ പുറകെ ഓടി. ഇങ്ങനെ ന്യൂസ് ക്രിയേഷനാണ് ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ കെണിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് പല പെനി സ്റ്റോക്കുകളുടെയും പിന്നിലുള്ളത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ അകത്ത് സ്പ്ലിറ്റ്, ബോണസ്, ചിലരൊക്കെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപയുടെ സെയിൽസ് പോലും നടത്താത്ത കമ്പനികളൊക്കെ ചിലപ്പോൾ ഡിവിഡൻഡ് വരെ പ്രഖ്യാപിച്ചു കളയും എന്നുള്ളൊരു കടുങ്കൈ വരെ ചെയ്യുന്ന കമ്പനികളുണ്ട്. മറ്റൊരു കാര്യം കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു ഇൻഫ്ലേറ്റഡ് വോള്യൂംസ് ആണ്. അതായത് പ്രൊമോട്ടേഴ്സ് തന്നെ ഇരുന്ന് അങ്ങ് ട്രേഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്തൊരു വോള്യൂംസ് ക്രിയേറ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ സ്ക്രീനർ പോലത്തെ സോഫ്റ്റ്വെയർ, ഫിൽട്ടറിങ് സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ എണ്ണം വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് പലരും കുറേ പാരാമീറ്റേഴ്സൊക്കെ ഇട്ടേ, അതായത് ആവറേജ് ട്രേഡഡ് വോള്യൂം ഇത്ര എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്തൊക്കെ കടന്നുകൂടാൻ വേണ്ടിയിട്ട് പ്രൈസ് ബിലോ 10 റുപ്പി, ആവറേജ് ട്രേഡഡ് വോള്യൂം ഇത്ര എന്ന്, അതിൻ്റെ അകത്തൊക്കെ കടന്നുകൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലേറ്റഡ് ട്രേഡഡ് വോള്യൂം ഉണ്ടാക്കുന്നതുകൊണ്ട് നടക്കും. ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊമോട്ടേഴ്സിൻ്റെ പ്രോക്സി കമ്പനികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്, വലിയ വില വ്യത്യാസമില്ലാതെ. അതുകൊണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ലാഭവും നഷ്ടമൊന്നും അവർക്ക് വരാനും പോകുന്നില്ല, കാരണം അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഒരേ ആൾ കൊണ്ട് തന്നെ. ഇതൊരു ഇൻഫ്ലേറ്റഡ്, അതായത് ഫാബ്രിക്കേറ്റഡ്, ഉണ്ടാക്കിയെടുത്ത ഒരു ട്രേഡിംഗ് വോള്യൂം ഉണ്ടാക്കുന്നതാണ് മറ്റൊരു കെണി. ഇത് കണ്ടിട്ട് പലരും ആവശ്യത്തിനുള്ള വോള്യൂം ഉണ്ടല്ലോ, ലിക്വിഡിറ്റി ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കത് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന ആ ഒരു ഡ്രൈവ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വോള്യൂം ഒന്നും പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. മറ്റൊരു കാര്യം ബുക്സിൻ്റെ അകത്തുള്ള തിരിമറികളാണ്. ബുക്സിൻ്റെ അകത്ത് തിരിമറി, വലിയ തിരിമറികളെ കുറിച്ചൊക്കെ വിട്ടേക്കാം, ചെറിയ തിരിമറികളായിട്ട്. അതായത് ഇത് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പല പെനി സ്റ്റോക്കുകളുടെയും മാർക്കറ്റ് ക്യാപ്പ് തന്നെ ചിലപ്പം 20 കോടി രൂപ, 25 കോടി രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ലക്ഷം രൂപയുടെയൊക്കെ സെയിൽസും 3 ലക്ഷം രൂപയുടെ സെയിൽസും ഒക്കെ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ പോലും അതിനേക്കാളും കൂടുതൽ സെയിൽസ് ഉണ്ട്. പക്ഷേ ഈ സെയിൽസ് 2 ലക്ഷം രൂപയുടെ സെയിൽസ് ഈ ക്വാർട്ടറിൽ കാണിച്ചു, അടുത്ത ക്വാർട്ടറിൽ 2.5 ലക്ഷം രൂപയുടെ സെയിൽസ് കാണിച്ചു. അതിൻ്റെ അകത്ത് 25% അവിടെ സെയിൽസ് ജമ്പ് ഉണ്ടായി എന്നാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റും അതുപോലെ തന്നെ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ്, പിന്നത്തെ തവണ 4 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ്, 400% പ്രോഫിറ്റ് ജമ്പ്. അപ്പം ഇങ്ങനെയുള്ള പല വിദ്യകളും കാണിക്കുന്നു. അപ്പോൾ ഈ 400% പ്രോഫിറ്റ് ജമ്പ് എന്ന് പറയുമ്പോൾ സ്ക്രീനർ സോഫ്റ്റ്വെയറിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പം അതിൻ്റെ അതും വന്ന് ചാടി കൂടുന്നവരൊക്കെ കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ നമ്പേഴ്സൊക്കെ ആയതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസുകളാണ്. നമ്മുടെ ക്യാപെക്സ് പ്ലാൻ മാത്രമല്ല, ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ്. നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വാർഡ് വിസാർഡിൻ്റെ ഒരു ന്യൂസൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഫിലിപ്പൈൻസിൻ്റെ GDPയുടെ അത്ര തന്നെയുള്ള ഓർഡർ കിട്ടിയെന്നും പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ്. അതിനുശേഷം എന്തായെന്നുള്ളത് അറിയാൻ പാടില്ല. ആകെ സംഭവിച്ചൊരു കാര്യം, ആ ഒരു ന്യൂസ് വന്നു, അത് വളരെയധികം മുകളിലേക്ക്, അപ്പർ സർക്യൂട്ടിലൊക്കെ മുകളിലേക്ക് പോയി, 10-75 രൂപയോളം പോയി. ആ 10-75 രൂപയോളം ചെന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് എല്ലാം ഇതിനകത്ത് കുറേ എക്സിറ്റ് ആയി. ഏകദേശം എനിക്ക് തോന്നുന്നു 15 മുതൽ 20% വരെ ആ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പോയിന്റിൽ വെച്ചിട്ട് പ്രൊമോട്ടേഴ്സ് സെല് ചെയ്തു. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറച്ചു. ഇപ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നത് 50-52 രൂപ വില നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെ ട്രേഡിങ് ഇതേപോലെ നടന്നുകൊണ്ട് പോകുന്നു, ന്യൂസുകൾ ഉണ്ടാക്കുന്നു, നമുക്ക് വലിയ ഓർഡർ കിട്ടിയെന്നും നമ്മൾ ക്യാപെക്സ് സ്പെൻഡിങ് നടത്താൻ പോകുന്നു എന്നും, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമ്മളാണ് ചുക്കാൻ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസുകളൊക്കെ ഉണ്ടാകുന്നു. നാട്ടുകാർ ഇതുവഴി വഹിച്ച് ഉള്ളിച്ചാടിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പല പല വിദ്യകളും, അതായത് പണ്ടത്തെ കാലത്തുള്ളതുപോലെ പെനി സ്റ്റോക്കുകൾ വെറും പമ്പ് ആൻഡ് ടമ്പല്ല. ഇപ്പം ഇതേപോലത്തെ പല പല ന്യൂസുകളും ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന വിദ്യകളും പുതുതായിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് തട്ടിപ്പുകളുടെ രീതിയും മാറി എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? പലരും വിചാരിക്കും ഓക്കെ നമുക്കൊന്ന് വാങ്ങിച്ചു വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് എപ്പോഴെങ്കിലും ഒരു മോശമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും താഴോട്ട് പോകും. അക്കാര്യത്തിൻ്റെ അത് യാതൊരു സംശയവുമില്ല. പക്ഷേ തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ സ്റ്റോക്കുകൾക്ക് എന്നുള്ളതാണ് ചോദ്യം. അതായത് ആരോഗ്യമില്ലാത്ത ഒരാൾക്ക്, അയാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണമായിരിക്കും അയാൾ നേരിടുന്നത്. അതേസമയം ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ പനിയോ മറ്റെന്ത് അസുഖങ്ങളോ വന്നോട്ടെ,
അദ്ദേഹം അസുഖത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുക്കും. ഇതേ കാര്യം തന്നെയാണ് സ്റ്റോക്കുകളുടെ ആരോഗ്യം നിങ്ങൾ നോക്കേണ്ടത്. അപ്പം നമ്പേഴ്സ് വെറുതെ നോക്കി സ്ക്രീനറിൻ്റെ മുകളിൽ വെറുതെ ഇട്ട് നമ്മൾ കുറേ കാലം സ്ക്രീൻ ചെയ്ത് കിട്ടിയത് അതിൻ്റെ അകത്ത് ചാടി വീണാൽ പല സാധനങ്ങളും നമ്മളെ പണം കൊണ്ടേ പോകും. നമ്മൾ ഇതിൻ്റെ അകത്ത് ഹിഡൻ ജംസ് ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം നിങ്ങൾക്ക് പലപ്പോഴും ഇതൊക്കെ ഒരു ലക്കിനൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ടാവും ഹിഡൻ ജംസ്. കാരണം ഡിമാൻഡ് വന്നുകൊണ്ട് മാത്രം മുകളിലേക്ക് പോയതാണ്. നിങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് അവയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ പെനി സ്റ്റോക്കുകൾ, പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറഞ്ഞ സ്റ്റോക്കുകൾ, ഇവയൊക്കെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ന്യൂസുകളോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ആകൃഷ്ടരായിട്ട് ചാടി വീണ് കാശ് കളയാതിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ പല നല്ല മിഡ് ക്യാപ് സ്റ്റോക്കുകൾ പോലും നല്ല രീതിയിൽ റിട്ടേൺസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. മറ്റൊരു തരത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.